ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വലിയൊരു ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇത്രയും വലിയ സാധനമൊന്നും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഐറ്റം എടുത്ത് തന്നത്. എന്താ വരാൻ പോണെന്നൊക്കെ എനിക്കറിയാമായിരുന്നു കേട്ടോ. പക്ഷേ വണ്ടി കണ്ടപ്പോഴത്തേക്കും ഞാനാകെ ഞെട്ടി. വലിയൊരു വണ്ടി. അപ്പോൾ എന്തായിരിക്കും വന്നേന്ന് ഓർത്ത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് സാധനം വന്നിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഓപ്പൺ ചെയ്യുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടൊരു ക്രാഡിൽ സെറ്റ് ഓർഡർ ചെയ്തതാണ്. ആദ്യം ഞാനൊന്ന് ഡൗട്ടായിട്ടോ, എല്ലാം കൂടെ ആയിട്ടൊരു കുഞ്ഞു ബോക്സ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓപ്പൺ ആയപ്പോഴത്തേക്കും എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചേക്കായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ആ ക്രാഡിൽ ക്ലോത്താണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരുന്നു കേട്ടോ ഈ പാക്കിങ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ആ ക്ലോത്ത് മാത്രമാണ് കേട്ടോ ഉള്ളത്. ഇതിൻ്റെ ഒരുപാട് കളർ ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ആഷ് കളറാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ ക്ലോത്തൊക്കെ വന്നേക്കണേന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിതേ ഒരു മൊസ്കിറ്റോ നെറ്റും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കവർ ചെയ്തിടാൻ പാകത്തിനുള്ളതാണ്. പിന്നെ വന്നിട്ട് ഈ മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. നല്ല കോട്ടനാണ് വന്നിട്ടുള്ളത്. എനിക്ക് ആദ്യം ഓർഡർ ചെയ്തപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഏത് രീതിയിലെ മെറ്റീരിയലായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഫുൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ഹാങ് ചെയ്യണത്. അതേപോലെ അതിൻ്റെ അടിയിലായിട്ട് കുഞ്ഞിന് കിടക്കാൻ പാകത്തിനൊരു ബെഡ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ബെഡാണ്. അതേപോലെ രണ്ട് സൈഡും ഇതേപോലെ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ തലഭാഗവും കാലുഭാഗവും പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്തൊരു ബെഡ് ഉണ്ട് കേട്ടോ. അത് റീയൂസ് ചെയ്ത് വാഷ് ചെയ്യാനുള്ള പാകത്തിന് അവിടെ ഇങ്ങനെ ഒരു ഓപ്പണിങ്ങും ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ നമ്മുടെ ക്രാഡിൽ വന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ഹാങ്ങിങ്ങും അതേപോലെ സ്പ്രിങ്ങും ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ കൊളുത്തിയിടാനായിട്ട് ഹെൽപ്പ് ചെയ്യണത്. പിന്നെ ഈ കമ്പിയാണ് നമ്മൾ ജനലിൽ ഹാങ് ചെയ്യണത്. ഇതിലേക്ക് ഈ ചെറുതും കൂടെ സ്ക്രൂ ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടാണ് അതിലാണ് പിന്നെ നമ്മൾ ആദ്യം കാണിച്ച ഹാങ്ങിങ്ങും സ്പ്രിങ്ങൊക്കെ തൂക്കിയിടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇനി ജനലിൽ വെച്ച് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനാദ്യം നമ്മൾ ആ സ്ക്രൂ ഒന്ന് ഫിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇനി മറ്റേത് ഇതിൻ്റെ അകത്തുകൂടെ കയറ്റിയിട്ട് വേണം സ്ക്രൂ ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്കും നല്ല നീളമുള്ളൊരു കമ്പിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ചൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അഴിച്ച് വെക്കുവാണ്. അറ്റാച്ച് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെയാണ് വരുന്നത്. അതേപോലെ ഹാങ് ചെയ്തിടുമ്പോൾ എത്രത്തോളം ലെങ്ത്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം കേട്ടോ. വേറെ ഒന്നും യൂസ് ചെയ്തിട്ടല്ല, കൈകൊണ്ട് തന്നെയാണ് ഞാൻ വെറുതെ ടൈറ്റ് ചെയ്യണത്. കൊച്ചിനെ കിടത്താനൊന്നും അല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. അപ്പോൾ ഇതേപോലെ സ്ക്രൂ എല്ലാം ചെയ്ത് നല്ലപോലെ ടൈറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കൈ കൊണ്ടാണ് ചെയ്യണത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുഞ്ഞിനെ കിടത്താൻ പാകത്തിനാകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് നല്ല സെക്യൂർ ആക്കിയിട്ട് മാത്രം നമ്മൾ കുഞ്ഞിനെ കിടത്താൻ പാടുള്ളൂ. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ജനലിലോട്ട് ഹാങ് ചെയ്യുവാണേ. ഈ രീതിയിലാണ് കേട്ടോ ഹാങ്ങിങ്. നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ജനലിൽ ഉറപ്പുണ്ടായാൽ മതി, ബാക്കി സംഭവം നല്ല സ്ട്രോങ് ആണ്. പിന്നെ ഈ കാണുന്ന രണ്ടും കൂടെ അതിലേക്ക് ഹാങ് ചെയ്തിടണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സ്ക്രൂ ചെയ്ത ടൈമിൽ എൻ്റെ ഒരു കമ്പി തിരിഞ്ഞാണ് കേട്ടോ ഇരിക്കുന്നത്. അത് തിരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇത് ഹാങ് ചെയ്യാനുള്ളൊരു കുളത്തുണ്ട്. അപ്പം ഞാനത് ധൃതിക്ക് ചെയ്തപ്പോഴത്തേക്കും അത് തിരിഞ്ഞ് മേപ്പോട്ടായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് ആ സ്പ്രിങ് ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഹാങ്കറിലാണ് കേട്ടോ നമ്മൾ ആ ക്രാഡിലിൻ്റെ ക്ലോത്ത് രണ്ട് സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തിരിഞ്ഞിരിക്കണ കൊണ്ടാണ് കേട്ടോ ഇത്രയും പൊങ്ങി നിൽക്കണത്. കട്ടിലിന് കറക്റ്റായിട്ട് തിരിഞ്ഞാണ് വന്നിരുന്നെങ്കിൽ അതിൽ കൊളുത്തിയിടുമ്പോഴത്തേക്കും നമ്മുടെ കട്ടിലിൽ മുട്ടിയായിരുന്നു തൊട്ടി കിടന്നിച്ച്. അതായത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കട്ടിലില്ലെങ്കിൽ നല്ല താഴെയായിട്ട് കിടക്കും, നല്ലൊരു ഭാഗത്തിന് കിടക്കും. ഇതിപ്പോൾ കട്ടിലുള്ളതുകൊണ്ട് കട്ടിലിൽ വന്ന് മുട്ടിയായിരുന്നു കിടന്നേച്ച് ഞാൻ തിരിച്ചിട്ട സമയത്ത്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.